എല്ലാ സുഹൃത്തുക്കൾക്കും ടീച്ച് മീ ഐ ടി ഇൻ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ പാട്ടിൽ നമ്മുടെ സെർവറിലുള്ള ഇനീഷ്യൽ കോൺഫിഗറേഷൻസ് ഒക്കെ എങ്ങനെ ചെയ്യാമെന്ന് കണ്ടു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെർവറിനെ നമ്മളൊരു ഡൊമെയിൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പോവുകയാണ്. എങ്ങനെയാണ് ഒരു സെർവറിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർട്ടിൽ നോക്കാം. എൻ്റെ സെർവർ ഇവിടെ ഓപ്പൺ ആയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ ലോക്കൽ സെർവറിൽ പോയിട്ട് കമ്പ്യൂട്ടർ നെയിം ചേഞ്ച് ചെയ്തു, കുറച്ച് ഇനീഷ്യൽ കോൺഫിഗറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് നമ്മൾ ഈ ഒരു സെർവറിനെ ഡൊമെയിൻ കൺട്രോളറായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസ് റോൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ഞാനിവിടെ മാനേജിൽ പോകുന്നു. ഇവിടെ ആഡ് റോൾസ് ആൻഡ് ഫീച്ചേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഇനീഷ്യൽ കാര്യങ്ങളൊക്കെ കാണാം. അഡ്മിനിസ്ട്രേറ്റർ അക്കൗണ്ട് ഷുഡ് ഹാവ് എ സ്ട്രോങ് പാസ്വേഡ്. നമ്മൾ നേരത്തെ ഒരു സ്ട്രോങ് പാസ്വേഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ IP അഡ്രസ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിക് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ നമ്മളത് ലാബ് സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. നെക്സ്റ്റ്. നമുക്കിവിടെ റോൾ ബേസ്ഡ് ഓർ ഫീച്ചർ ബേസ്ഡ് ഇൻസ്റ്റാളേഷനാണ് വേണ്ടത്, അത് കൊടുത്തു. നെക്സ്റ്റ്. നമ്മുടെ സെർവറിൻ്റെ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്, DC. ഈ ഒരു സെർവർ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. ആഡ് ഫീച്ചേഴ്സ് കൊടുക്കുക. ഞാനിവിടെ DNS സെർവർ ഇവിടെ കൊടുക്കുകയാണ്, ആഡ് ഫീച്ചേഴ്സ്. ദെൻ നെക്സ്റ്റ്. നമുക്ക് ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാനില്ല. നെക്സ്റ്റ്. ഇതിൽ നെക്സ്റ്റ് കൊടുക്കുക. നമ്മൾ ആഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറി ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇതിവിടെ കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നെക്സ്റ്റ്. നെക്സ്റ്റ്. ഇൻസ്റ്റാൾ. ഓക്കെ. നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, പ്രൊമോട്ട് ദി സെർവർ ടു എ ഡൊമെയിൻ കൺട്രോളർ. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഈ ഒരു സെർവറിനെ ഡൊമെയിൻ കൺട്രോളറിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ കാണാം, ഇതിൽ പോയിട്ട് പ്രൊമോട്ട് ദി സെർവർ ടു എ ഡൊമെയിൻ കൺട്രോളർ ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ. ഇവിടെ 3 ഓപ്ഷനാണുള്ളത്. ആഡ് എ ഡൊമെയിൻ കൺട്രോളർ ടു എൻ എക്സിസ്റ്റിംഗ് ഡൊമെയിൻ, ആഡ് എ ന്യൂ ഡൊമെയിൻ ടു എൻ എക്സിസ്റ്റിംഗ് ഫോറസ്റ്റ്, ആഡ് എ ന്യൂ ഫോറസ്റ്റ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആക്റ്റീവ് ഡയറക്ടറി ഡൊമെയിൻ സർവീസും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു സെർവറൊന്നും നമ്മുടെ കയ്യിലിപ്പോൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോറസ്റ്റിലേക്ക് നമുക്ക് ആദ്യമായിട്ടൊരു ആക്റ്റീവ് ഡയറക്ടറി ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ആഡ് എ ന്യൂ ഫോറസ്റ്റ് കൊടുക്കുന്നു. ഇനി നമുക്ക് റൂട്ട് ഡൊമെയിൻ നെയിം കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുള്ള രജിസ്റ്റേർഡ് ഡൊമെയിനൊക്കെ കൊടുക്കാം. സപ്പോസ് ഗോഡാഡി പോലുള്ള വെബ്സൈറ്റിലൊക്കെ പോയിട്ട് നിങ്ങൾക്കൊരു ഡൊമെയിൻ പർച്ചേസ് ചെയ്തിട്ട് അതിവിടെ എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു test.comോ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലാത്ത നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു ഡൊമെയിൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ നെയിമിലാണത്. അത് taslim.online എന്നുള്ളതാണ്. ഞാനത് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കാണാം. ഫോറസ്റ്റ് ഫങ്ഷണൽ ലെവൽ, ഡൊമെയിൻ ഫങ്ഷണൽ ലെവൽ, വിൻഡോസ് 2016 മുതലുള്ളത് ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഓൾഡർ വെർഷനിലുള്ള ഏതെങ്കിലും വിൻഡോസ് സെർവറൊക്കെ നിങ്ങളുടെ കമ്പനിയിലോ ഓഫീസിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിൻഡോസ് 2000 സെർവർ 2008 അല്ലെങ്കിൽ അതുപോലുള്ള ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് വരുന്നത് 2016 ആണ്. അത് ഞാൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്കൊരു ഡയറക്ടറി സർവീസ് റീസ്റ്റോർ മോഡ് ഒരു പാസ്വേഡ് കൊടുക്കേണ്ടതുണ്ട്. ഇത് എന്തെങ്കിലുമൊക്കെ ബാക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള സമയത്ത് ഈ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിവിടെ ഒരു പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ. ദെൻ നെക്സ്റ്റ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ DNS ഡെലിഗേഷനെ കുറിച്ചുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് കൊടുക്കുന്നു.
ഇവിടെ നിങ്ങളുടെ നെറ്റ് ബയോസ് ഡൊമെയിൻ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരും. നമുക്കതിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗ് ഫയൽ, സിസ് ഫോൾഡർ, ഡാറ്റാബേസ് ഫോൾഡർ, ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ ഡിഫോൾട്ട് ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ സെപ്പറേറ്റ് റൂട്ട് പാത്തൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം. ഞാനത് ഡീഫോൾട്ട് തന്നെ കൊടുക്കുന്നു. നെക്സ്റ്റ്. കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ ഇവിടെ നിന്ന്. നെക്സ്റ്റ്. ഓക്കെ, നമ്മുടെ എല്ലാ പ്രീ റിക്വസിറ്റ് ചെക്സും സക്സസ്ഫുള്ളായിട്ട് പാസ്ഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, ഇനി നമ്മുടെ സെർവർ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റീസ്റ്റാർട്ട് ആവും. നമുക്കത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ എങ്ങനെ ഒരു വിൻഡോസ് 10 ഈ ഒരു ഡൊമെയിൻ കൺട്രോളിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, അതുവരെ എല്ലാവർക്കും ബൈ.